ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ് കെമിസ്ട്രിയിലെ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്ന് പറയുന്ന ചാപ്റ്ററിലെ PSC എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതും അതുപോലെ വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള 10 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ PSC എക്സാമിന് വേണ്ടി സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുകയാണ് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ്. ഇത് നിങ്ങളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഈ ആപ്ലിക്കേഷനിൽ 7th ലെവൽ തൊട്ട് ഡിഗ്രി ലെവൽ വരെയുള്ള എല്ലാ പ്രിലിംസ് മെയിൻസ് എക്സാമിൻ്റെയും സിലബസ് അനുസരിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടുകളും സ്റ്റഡി പ്ലാനുകളും മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം LDC എക്സാമിൻ്റെ ഡേറ്റ് PSC പുറത്ത് വിട്ടിട്ടുണ്ട്. ഈ കുറഞ്ഞ ദിവസം കൊണ്ട് മുഴുവൻ സിലബസും കവറാക്കി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് എക്സാം ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി റീപ്പ് LDC 2024 എന്ന 70 ദിവസത്തെ ഇൻട്രാക്റ്റീവ് സ്റ്റഡി പ്ലാൻ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൽ മെയ് 8 മുതൽ ആരംഭിക്കുകയാണ്. ഈ സ്റ്റഡി പ്ലാനിൽ ദിവസേന പഠിക്കേണ്ടുന്ന ടോപ്പിക്കുകൾ നൽകുന്നു. അതാത് ദിവസങ്ങളിലെ ടോപ്പിക്കുകളുമായി കണക്ട് ചെയ്യുന്ന ചോദ്യങ്ങളും ഒട്ടനവധി ന്യൂ പാറ്റേൺ രീതിയിലുള്ള ചോദ്യങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യിക്കുന്നു. നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യുന്നതിനുള്ള മെന്റർ സപ്പോർട്ടും ഈ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആയിരിക്കും. ഈ സ്റ്റഡി പ്ലാനിൽ ജോയിൻ ചെയ്യുന്നതിനായി ഇപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈൽ പ്ലേ സ്റ്റോറിൽ നിന്നും ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പ്രീമിയം മെമ്പർ ആകുക. ഈ ആപ്ലിക്കേഷൻ്റെ പ്രീമിയം ചാർജ് എന്ന് പറയുന്നത് 6 മാസത്തേക്ക് വെറും 790 രൂപയാണ്. എന്നാൽ നിങ്ങൾ ശില്പ ഡിസ്കൗണ്ട് 5 എന്ന കോഡ് ഉപയോഗിച്ച് 8921331609 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 5% ഡിസ്കൗണ്ട് ഉണ്ടാകും. അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങളെ സമഗ്രമായി വർഗീകരിച്ചു കൊണ്ടുള്ള പീരിയോഡിക് ടേബിൾ തയ്യാറാക്കിയിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പീരിയോഡിക് ടേബിളിൽ ഓരോ എലമെൻസിനെ ഓരോ മൂലകങ്ങളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ A ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, ഓപ്ഷൻ B ഊർജം എനർജി, ഓപ്ഷൻ C ആറ്റ സ്വഭാവം, ഓപ്ഷൻ D ആറ്റം ഘടന. അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ D ആറ്റം ഘടന. കാരണം ആറ്റം ഘടനയുടെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ സബ്ഷെല്ലുകളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏവ? ഓക്കെ, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. സബ്ഷെല്ലുകളുടെ ഓർഡർ SPDF എന്നാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് S സബ്ഷെൽ ഷേപ്പ് എന്ന വാക്കിനെ സൂചിപ്പിക്കുന്നു. P സബ്ഷെൽ പ്രിൻസിപ്പാൾ എന്ന വാക്കിനെ സൂചിപ്പിക്കുന്നു. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് D ഡിഫ്യൂസ് എന്നും F ഫണ്ടമെന്റൽ എന്നും സൂചിപ്പിക്കുന്നു. 4 സ്റ്റേറ്റ്മെന്റ്സും നന്നായിട്ട് വായിക്കാം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ A 1 മാത്രം, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് പറയുന്നു. ഓപ്ഷൻ B 2, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രം തെറ്റാണെന്ന് പറയുന്നു. ഓപ്ഷൻ C 3, 4, 3ഉം 4ഉം തെറ്റാണെന്ന് പറയുന്നു. ഓപ്ഷൻ D 2ഉം 4ഉം. ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ B രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്. കാരണം എന്താണ്? S സബ്ഷെല്ലിനെ ഷാർപ്പ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഷേപ്പ് എന്നല്ല, ഷാർപ്പ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഓർത്ത് വയ്ക്കുക. മൂന്നാമത്തെ ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റല്ലാത്തവ ഏതൊക്കെയാണ്? ഓക്കെ, 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. തെറ്റല്ലാത്ത പ്രസ്താവനകളാണ്. അപ്പോൾ നമ്മൾ ശരിയായിട്ടുള്ളവയാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തേത് ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഓർബിറ്റിലുള്ള സബ്ഷെല്ലാണ് D. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് 7 ഓർബിറ്റലുകളും ഡംബൽ ആകൃതിയുമുള്ള സബ്ഷെല്ലാണ് F. മൂന്നാമത്തത് പരമാവധി 10 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാൻ D സബ്ഷെല്ലിന് സാധിക്കും. D സബ്ഷെല്ലിന് പരമാവധി 10 ഇലക്ട്രോൺസിനെ ഉൾക്കൊള്ളാൻ സാധിക്കും. 3 ഓർബിറ്റലുകളിലായി 6 ഇലക്ട്രോണുകൾ വരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന സബ്ഷെല്ലാണ് P. ഇപ്പോൾ മാക്സിമം 6 ഇലക്ട്രോൺസിനെ P ഓർബിറ്റലിന് ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇതിൽ ഏതാണ് ആൻസർ വരിക? D ആണ്. കാരണം ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഓർബിറ്റിലുള്ള സബ്ഷെല്ല് D അല്ല, പകരം S ആണ്. ഓക്കെ, S ആണ് ഗോളാകൃതിയിൽ കാണപ്പെടുന്നത്. അതുപോലെ 7 ഓർബിറ്റലുകളും സങ്കീർണ ആകൃതിയുമുള്ള സബ്ഷെല്ലാണ് F. ഓക്കെ, അപ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്.
ഡംബൽ ആകൃതിയല്ല, സങ്കീർണമായിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷേപ്സ് വരുന്നതാണ് എഫ് സബ്ഷെൽ എന്ന് പറയുന്നത്. സോ ആദ്യത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെന്റ്സ് തെറ്റാണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്ന വിവരങ്ങളിൽ ഒരു മൂലകത്തിന്റെ സ്ഥാനവും സ്വഭാവവും നിർണ്ണയിക്കാൻ ഏറ്റവും അനുയോജ്യമായത് ഏതെല്ലാമാണ്? ഓക്കെ, സ്ഥാനവും അതുപോലെ തന്നെ സ്വഭാവവും, പൊസിഷനും അതുപോലെ അവയുടെ ക്യാരക്ടറും നിർണ്ണയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് വായിക്കാം. ആദ്യത്തെയാണ് ആറ്റോമിക മാസ് മാത്രം തന്നിരിക്കുന്നു. ആറ്റോമിക മാസ് മാത്രം തന്നാൽ നമ്മൾക്ക് ഒരു മൂലകത്തിൻ്റെ പൊസിഷനും അതുപോലെ അവയുടെ ക്യാരക്ടറും കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് പറയുന്നു. രണ്ടാമത്തത് ആറ്റോമിക നമ്പർ മാത്രം തന്നിരിക്കുന്നു. 3 ന്യൂട്രോണിൻ്റെ എണ്ണം മാത്രം തന്നിരിക്കുന്നു. 4 ഇലക്ട്രോണിൻ്റെ എണ്ണം മാത്രം തന്നിരിക്കുന്നു. ആറ്റോമിക മാസ് തന്നു കഴിഞ്ഞാൽ ഒരു മൂലകത്തിൻ്റെ സ്ഥാനവും അതുപോലെ തന്നെ അവയുടെ സ്വഭാവം കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല അല്ലേ? അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ആറ്റോമിക നമ്പർ മാത്രം തന്നാൽ, ആറ്റോമിക നമ്പർ തന്നിട്ടുണ്ട്, 6 നമുക്ക് തന്നിരിക്കുന്ന ആറ്റോമിക നമ്പർ. ഏത് മൂലകമാണെന്ന് നമുക്ക് പറയാം, പക്ഷെ അതിൻ്റെ പൊസിഷൻ ഏതാണ്, അവയുടെ ക്യാരക്ടർ ഏതാണ് എന്നൊക്കെ പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. അപ്പോൾ ഏതായിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത്? 3ഉം 4ഉം, ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇലക്ട്രോണിൻ്റെ എണ്ണം അല്ലെങ്കിൽ പ്രോട്ടോണിൻ്റെ എണ്ണം തന്നിട്ടുണ്ടെങ്കിൽ ആ എലമെൻറ്റ് ഏത് ഗ്രൂപ്പിലാണ്, അതിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം നോക്കാം. മഗ്നീഷ്യത്തിൻ്റെ ആറ്റോമിക നമ്പർ 12 ഈ അറിവ് വെച്ച് താഴെ തന്നിരിക്കുന്നവ പരിശോധിക്കുക. 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇലക്ട്രോൺ വിന്യാസം 2, 6, 4, അതുപോലെ ഗ്രൂപ്പ് നമ്പർ 4, പീരീഡ് നമ്പർ 3. അപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ ആറ്റോമിക നമ്പറാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് വെച്ചിട്ട് ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ശരിയാണോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. 2 കെ ഷെല്ലിൽ മാക്സിമം ഉൾക്കൊള്ളിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2. അതുപോലെ എൽ ഷെല്ലിൽ മാക്സിമം ഉൾക്കൊള്ളിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 8. 2ഉം 8ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 10 കിട്ടി. 12. ഇനി എത്ര ഇലക്ട്രോൺ ആണ് ബാക്കിയുള്ളത്? 2. സോ ബാലൻസ് ഇലക്ട്രോൺ എത്രയാണ്? 2. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്രൂപ്പ് എന്താണ്? 4 പകരം 2. വാലൻസ് ഇലക്ട്രോൺ എത്രയാണോ അത് വെച്ചിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത് അല്ലേ? അപ്പോൾ അതിൽ എക്സെപ്ഷൻസ് ഒക്കെ വരാറുണ്ട്. ഇവിടെ മഗ്നീഷ്യത്തിൻ്റെ കേസിൽ വാലൻസ് ഇലക്ട്രോൺ 2. സോ അതിൻ്റെ ഗ്രൂപ്പ് ഏതാണ്? സെക്കൻഡ് ഗ്രൂപ്പാണ്, 4ാമത്തെ ഗ്രൂപ്പ് അല്ല. അതുപോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? 4 2, 6, 2. സോ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അതിൻ്റെ ആൻസർ വരുന്നത് 3 മാത്രം ശരി. ഓക്കെ, അതിൻ്റെ ഒരു ഇലസ്ട്രേഷൻ നമുക്ക് നോക്കാം. പീരിയോഡിക് ടേബിൾ മഗ്നീഷ്യം എവിടെയാണ് കിടക്കുന്നത്? സെക്കൻഡ് ഗ്രൂപ്പിലാണ്. എത്രാമത്തെ പീരീഡാണ്? 3ാമത്തെ പീരീഡാണ്. സോ അങ്ങനെയാണ് നമ്മൾ ഓരോ എലമെൻസിൻ്റെ പൊസിഷനും അതുപോലെ തന്നെ ക്യാരക്ടറും കണ്ടുപിടിക്കുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റല്ലാത്തവ ഏവ? ആകെ 7 പീരീഡുകളുണ്ട്, ആകെ 18 ഗ്രൂപ്പുകളുണ്ട്. നിലവിൽ SPDF എന്ന 4 ബ്ലോക്കുകളാണുള്ളത്. ബെറീലിയം 13ാം ഗ്രൂപ്പ് മൂലകമാണ്. 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം ആദ്യത്തെ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ്? ശരിയാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 7 പീരീഡുകളാണ്, അതുപോലെ 18 ഗ്രൂപ്പുകളാണ് പീരിയോഡിക് ടേബിളിലുള്ളത്. SPDF എന്ന 4 ബ്ലോക്കുകളാണ് നിലവിലുള്ളത്. ബെറീലിയം 13ാം ഗ്രൂപ്പ് മൂലകമാണ്. ബെറീലിയത്തിൻ്റെ ആറ്റോമിക നമ്പർ എത്രയാണ്? 4. സോ നമ്മൾ ഗ്രൂപ്പ് വൈസ് നോക്കുകയാണെങ്കിൽ 13ാം ഗ്രൂപ്പ് മൂലകമാണോ? അല്ല. അപ്പോൾ 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ബെറീലിയം എത്രാമത്തെ ഗ്രൂപ്പ് എലമെൻ്റ് ആണ്? 2ാം ഗ്രൂപ്പ്. ബെറീലിയം 2ാം ഗ്രൂപ്പ് എലമെൻ്റ് ആണ്. അപ്പം നമ്മൾ പീരിയോഡിക് ടേബിൾ നോക്കുകയാണെങ്കിൽ ബെറീലിയത്തിൻ്റെ പൊസിഷൻ എവിടെയാണ്? 2ാം ഗ്രൂപ്പിലാണ്, അതുപോലെ 2ാമത്തെ പീരീഡിലാണ്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം നോക്കാം. സോഡിയത്തിൻ്റെ ആറ്റോമിക നമ്പർ 11. ഈ അറിവ് വെച്ച് താഴെ തന്നിരിക്കുന്നവ പരിശോധിച്ച് തെറ്റായവ കണ്ടെത്തുക. ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇലക്ട്രോണുകളുടെ എണ്ണം 11, ഇലക്ട്രോൺ വിന്യാസം 2, 8, 1, ഗ്രൂപ്പ് നമ്പർ 1, പീരീഡ് നമ്പർ 2. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 2, 3,
2ഉം 3ഉം തെറ്റാണെന്ന് പറയുന്നു. നമുക്ക് തെറ്റായ പ്രസ്താവനകളാണ് കണ്ടെത്തേണ്ടത്. ബി 3, 4. മൂന്നാമത്തെ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് പറയുന്നു. ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4. സോ അതിലേതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി 4. പീരീഡ് നമ്പർ 2 അല്ല, സോഡിയത്തിൻ്റെ പീരീഡ് നമ്പർ 3 ആണ്. ഓക്കെ, സോഡിയം 3ാം പീരീഡിലെ എലമെൻ്റ് ആണ്. ഓക്കെ, 1, 2, 3. 3ാം പീരീഡാണ്, ആദ്യ ഗ്രൂപ്പാണ്, ഫസ്റ്റ് ഗ്രൂപ്പാണ്, ആൽക്കലി ഗ്രൂപ്പ് എലമെൻ്റ് ആണ്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം നോക്കാം. പീരിയോഡിക് ടേബിളിൽ മൂലക സ്വഭാവങ്ങളുടെ ക്രമാവർത്തനത്തിൻ്റെ അടിസ്ഥാനം എന്ത്? ഓക്കെ, അതായത് പീരിയോഡിക് ടേബിളിലെ ഓരോ എലമെൻസിൻ്റെയും പീരിയോഡിസിറ്റിയുടെ അടിസ്ഥാനം, ബേസിക്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഊർജം, ഓപ്ഷൻ ബി പിണ്ഡം, ഓപ്ഷൻ സി ആറ്റം ഘടന, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഇതിലേതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആറ്റം ഘടനയാണ്. നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, പീരിയോഡിസിറ്റിയുടെ ബേസിക്സ് എന്ന് പറയുന്നത് ആറ്റം ഘടനയാണ്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം നോക്കാം. എക്സ്റേ പഠനത്തിലൂടെ മൂലകങ്ങളുടെ ഗുണങ്ങൾ ആറ്റോമിക് മാസിനെയല്ല ആറ്റോമിക നമ്പറിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ എ മെൻഡലീഫ്, ഓപ്ഷൻ ബി ഹെൻറി മോസ്ലി, ഓപ്ഷൻ സി ന്യൂലാൻഡ്സ്, ഓപ്ഷൻ ഡി ഡൊബ്രൈനർ. സോ ഇതിലേതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ഹെൻറി മോസ്ലി ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഫ്ലൂറിനുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റല്ലാത്തവ, അതായത് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് കണ്ടുപിടിക്കേണ്ടത്. 4 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ആറ്റോമിക നമ്പർ 9 ആണ്. അവസാനത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോണുകൾ ഉണ്ട്. അവസാനത്തെ സബ് ഷെല്ലിൽ 5 ഇലക്ട്രോണുകൾ ഉണ്ട്. ഫ്ലോറിന് 9 ഇലക്ട്രോണുകൾ ഉണ്ട്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ്സും ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 1, 2, 3, ഓപ്ഷൻ ഡി 1, 2, 3, 4. അതായത് 4 സ്റ്റേറ്റ്മെൻറ്റ്സും ശരിയാണെന്ന് പറയുന്നു, തെറ്റല്ല എന്ന് പറയുന്നു. അപ്പോൾ ഫ്ലൂറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? ഓക്കെ, ആറ്റോമിക നമ്പർ 9 ആണ്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 7. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അവസാനത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഇനി ഇവിടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതണം. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 1s2 2s2 2p5 ആണ്. സോ അവസാനത്തെ ഷെല്ലിൽ 5 ഇലക്ട്രോണുകൾ ഉണ്ടെന്ന് പറയുന്നത് ശരിയാണ്. ഫ്ലൂറിൻ്റെ ആറ്റോമിക നമ്പർ എത്രയാണ്? 9 ആണ്. സോ 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും? ശരിയായിരിക്കും. അപ്പോൾ അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. പീരിയോഡിക് ടേബിളിൽ ഫ്ലൂറിൻ്റെ പൊസിഷൻ നോക്കുവാണെങ്കിൽ എവിടെയാണ്? ഓക്സിജൻ്റെയും നിയോണിൻ്റെയും നടുക്കായിട്ടാണ് ഫ്ലൂറിനുള്ളത്. ആറ്റോമിക നമ്പർ 9 ആണ്. പീരീഡ് നമ്പർ 2 ആണ്. ഗ്രൂപ്പ് നമ്പർ 17 ആണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുകയാണ്. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.